നമസ്കാരം. അതെ, 2025 എന്ന് പറയുന്ന ഒരു നൂറ്റാണ്ടിൻ്റെ കാൽഭാഗമാണ് വളരെ നിസ്സാരമായി നമ്മളിൽ നിന്ന് കടന്നുപോയത്. അടുത്ത് വരുന്നത് 2026 അടുത്തൊരു കാൽ നൂറ്റാണ്ടിൻ്റെ തുടക്കമാണ്. ഈ തുടക്കം എല്ലാവർക്കും വളരെ മനോഹരമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു കാര്യം സൂചിപ്പിക്കുന്നത്, എൻ്റെ മകൻ്റെ പിറന്നാളാണ്, ന്യൂ ഇയർ ബോയിയാണ്. അവന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. അതോടൊപ്പം തന്നെ ഒരു കാര്യം ഓർക്കാൻ ആഗ്രഹിക്കുന്നത്, അവന് ഒരു വയസ്സ് കൂടുമ്പോൾ എൻ്റെ ഒരു വർഷം കുറയുന്നു എന്നുള്ള കാര്യമാണ്. പലരുടെയും പ്രതീക്ഷയിൽ 2025 കഴിഞ്ഞ് 26 ആകുമ്പോൾ മെച്ചപ്പെടും എന്നുള്ള വിശ്വാസത്തോട് കാത്തിരിക്കുന്നവരാണ് നമ്മളിലേറെയും, അല്ലേ? അങ്ങനെ വർഷങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മുടെ സാധ്യതകളും അവസരങ്ങളെയും നഷ്ടപ്പെട്ട് നമ്മളതിനെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമകരമായ ശ്രമങ്ങൾ ഒരുപാട് ചെയ്യേണ്ടതായിട്ട് വരും. അതൊഴിവാക്കാൻ ഇനിയുള്ള കാലം പ്രകൃതിയുടെ വേഗതയോടൊപ്പം നമുക്കും സഞ്ചരിക്കാൻ കഴിയണം. പിന്നെ കാര്യങ്ങൾ 100 പറഞ്ഞെങ്കിൽ ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ വയ്യ. നമ്മളിനി എത്രയൊക്കെ ഉയർത്തി പറഞ്ഞാലും ശരി തന്നെയാണ്, നമ്മളിനി എന്തൊക്കെ സമ്പാദിച്ചാലും ശരി തന്നെ, നമ്മളിവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും ശരി തന്നെയാണ്, നമുക്ക് അവസാനം കിട്ടുന്ന ബാലൻസ് ഷീറ്റിൽ നമ്മുടെ സമ്പാദ്യം എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ കിട്ടുന്നത് നമ്മൾ ഈ ഭൂമിയിൽ എന്തൊക്കെ നന്മ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമായിരിക്കും. അഥവാ നന്മ ചെയ്തിട്ടുണ്ടോ തിന്മ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ആ വ്യക്തിയുടെ അവകാശമായിട്ട് മാറിയിരിക്കും. ഈ 2026 എല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ള ഒരു വർഷമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.